എല്ലാവർക്കും നമസ്കാരം. നീലക്കൊടി വേലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇറ്റലിയിലാണ്, വെറോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളൊരു ഒലിവ് പാടത്താണ് നിൽക്കുന്നത് കേട്ടോ. ഒലിവ് മരം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഒലിവ് മരം. ഇവിടെ ഒലിവ് മരം കൃഷി ചെയ്യുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഒരു ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഒലിവ് മരം കൃഷി ചെയ്തിരിക്കുന്നത്. ഈ മരത്തിന് ഒരു 40 വർഷമെങ്കിലും പഴക്കം കാണും. അവരിതിനെ ഗ്രൂം ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. അതായത് ശിഖരങ്ങൾ ഒത്തിരി മുകളിലേക്ക് പോകാതെ അതിനെ ചെറിയ രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്, വലിയ വലിപ്പം വെക്കാത്ത രീതിയിൽ. ഇതാണ് ഒലിവ് കാ. ഇവിടെ 2 ടൈപ്പ് ഒലിവുണ്ട് കേട്ടോ. കറുത്ത ഒലിവുണ്ട്, പച്ച ഒലിവുണ്ട്. ഇത് കറുത്ത ഒലിവാണ്. ഈ ഒലിവിൻ്റെ കാ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഉപ്പിലിടാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിലിന് ഉപയോഗിക്കും, എന്നാലും കൂടുതൽ ഓയിലിന് ഉപയോഗിക്കുന്നത് പച്ചക്കായാണ്. ഈ കായ്ക്ക് വലിപ്പമുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുരു എടുത്ത് കളഞ്ഞിട്ട് ഇവർ ഈ അപ്പിറ്റൈസറായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓയിലും വിനീഗറും ഉപ്പും കൂടെ ചേർത്തിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒലിവ് കാ, കറുത്ത ഒലിവ് കാ. ഇതിൻ്റെ അകത്ത് തന്നെ പച്ചയും ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഉള്ളത് ഈ കറുപ്പാണ് ഉള്ളത്. ഇത് ഓയിലിന് എടുക്കും, പക്ഷേ ഇതിൻ്റെ ഓയിലിൻ്റെ കളറിന് വ്യത്യാസം കാണും. ഇത് കണ്ടോ, നിറച്ചും കാ പിടിച്ച് കിടപ്പുണ്ട് ഇതിലെല്ലാം. ഇതിപ്പം കായ എടുക്കുന്ന സീസണായി. ഇത് ഒലിവ് പാടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ റോഡാണ് കേട്ടോ, പഞ്ചായത്തിൻ്റെ റോഡാണ്. അതുവഴി ഞാൻ വെറുതെ നടന്നു പോയപ്പോഴത്തേനും എടുത്തതാണ്. ഈ കാണുന്നതെല്ലാം ഒലിവാണ്. ഏക്കർ കണക്കിന് ഒലിവ് പാടമാണ്. ഈ താഴെ കാണുന്നതൊക്കെ മുന്തിരിപ്പാടമാണ് കേട്ടോ. ഈ പറഞ്ഞ സ്ഥലത്ത് ഇത് മലയാണ്. ഇവിടെ നമ്മുടെ മൂന്നാറൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ കൂടുതലും കൃഷിയാണുള്ളത്. ഫാമുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് കൃഷി, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ആപ്പിള്, ചെറി, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, ആൽബിക്കോക്ക്, പീച്ച്, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ചൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഓറഞ്ചൊക്കെ കൂടുതൽ സൗത്ത് ഇറ്റലിയിലാണ് കൃഷി ചെയ്യുന്നത്. ആപ്പിൾ ഒരുപാടുണ്ട്. ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും ഒക്കെ ഒരുപാടുണ്ട്. അത് ഇവിടെയല്ല, കുറച്ച് അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.